എൻ്റെ പേര് ആൽഫ്രഡ്. എൻ്റെ പേര് ഐറിൻ. ഞങ്ങളുടെ വീട് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ്. ഈയിടെ വന്ന UPSC റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റും സെക്കൻഡും റാങ്ക് കിട്ടിയത് ഞങ്ങൾക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ അപ്പ, അമ്മ, ചേട്ടൻ, ചേച്ചി, അതുപോലെ അവരുടെ ഒരു മോളുണ്ട്, മിക്കി. ഇത്രയും പേരാണുള്ളത്. ഞങ്ങൾ 2023 BEd പാസ് ഔട്ട് ആയത്. ആ വർഷം തന്നെ നമ്മുടെ PSC UPSC നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നു. അതിനാൽ ഞങ്ങൾ എറണാകുളത്തെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ഒരു 6 മാസത്തോളം അവിടെ ആയിരുന്നു PSC പഠനം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചത്. PSC പഠനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളും അതുപോലെ SCRT ബുക്കിൽ നിന്നുള്ള എക്സാമുകളും ഒക്കെ വളരെ കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എക്സാംസിന് വേണ്ടി കറക്റ്റായി എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ളതായിരുന്നു മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിലൂടെ നമ്മൾ സിലബസ് മുഴുവൻ ഏകദേശം 6 മാസം കൊണ്ട് പഠിച്ചു തീരാനായിട്ട് സാധിച്ചു. പിന്നെ പഠനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മുഴുവൻ നേരവും ഇരുന്ന് പഠിക്കുന്ന ഒരു രീതിയല്ലായിരുന്നു. കുറച്ച് നേരം അത്യാവശ്യം റിലാക്സ് ചെയ്തൊക്കെ വളരെ എന്താ പറയുന്നത്, എന്നാലും ഒരുപാട് എൻജോയ് ചെയ്തല്ല, എന്നാൽ പോലും അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് പറയാനായിട്ട് പറ്റില്ല. ഒരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് ഏറ്റവും ആദ്യത്തെ പടി എന്നുള്ളത് സിലബസ് പഠിക്കുക എന്നുള്ളതാണ്. ആദ്യം സിലബസ് ഡൗൺലോഡ് ചെയ്ത് എല്ലാ ടോപ്പിക്കും തന്നെ എന്താണെന്ന് മനസ്സിലാക്കി എല്ലാ ടോപ്പിക്കും ആവശ്യത്തിന്, അതായത് ആവശ്യത്തിനുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ വെച്ച് പഠിച്ചു. ഒരു ടോപ്പിക്ക് പോലും മിസ്സാക്കാതെയായിരുന്നു പഠിച്ചത്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രോപ്പർ റിവിഷൻ. എല്ലാ ദിവസവും പഠിച്ചിരുന്നു. അപ്പോൾ തലേ ദിവസത്തെ പോർഷനും കൂടി പിറ്റേ ദിവസം നോക്കിയായിരുന്നു ഓരോ തവണ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വീക്ക് എൻഡ് ആയപ്പം ആ ആഴ്ചത്തെ മൊത്തം പഠിച്ചിരുന്നു. റിവിഷനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഒത്തിരി മോക്ക് ടെസ്റ്റുകൾ ചെയ്തിരുന്നു. ടൈം വെച്ച് തന്നെ എങ്ങനെയാണോ എക്സാം ഹാളിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, ആ ഒരു ഇതിൽ തന്നെയായിരുന്നു വീട്ടിൽ OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ മാർക്ക് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തിരുന്നത്. അത് എക്സാം എഴുതാനുള്ളൊരു വലിയ കോൺഫിഡൻസ് തന്നതായിരുന്നു ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാമെന്നുള്ളത്. ഞങ്ങൾ BEd പഠനം കഴിഞ്ഞ് PSCക്ക് പഠിക്കാനായിട്ട് തയ്യാറെടുത്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, PSC ഒക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ മുഴുവൻ തട്ടിപ്പല്ലേ, ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പം ഞങ്ങളുടെ ബാച്ചിൽ പഠനം കഴിഞ്ഞ പലരും വന്ന് എന്തെങ്കിലും താൽക്കാലികമായിട്ടുള്ള ജോലിക്കൊക്കെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇപ്പം എന്തെങ്കിലും ജോലിക്ക് പോകുന്നതല്ലേ നല്ലത്, അല്ലെങ്കിൽ PSC ഒക്കെ അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമല്ലല്ലോ. പക്ഷേ എനിക്കെപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ PSC എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെ പോയാലും നമ്മുടെ നാട്ടിലുള്ള മറ്റ് സ്വകാര്യ മാനേജ്മെൻറ്റുകളെക്കാളും അല്ലെങ്കിൽ എയ്ഡഡ് മാനേജ്മെൻറ്റുകളെക്കാളൊക്കെ നമുക്ക് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണെന്ന്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ PSCക്ക് അല്ലെങ്കിൽ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് തയ്യാറായത്. ഡിസംബറിൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ജൂലൈ തന്നെ എക്സാം നടന്നു. എക്സാം കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. അതുകൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായിരുന്നു. അതോടൊപ്പം തന്നെ SCRT ബേസിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴേ നമുക്ക് ഈസി ആയത് കാരണം ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നന്നായിട്ട് സ്കോർ ചെയ്യാൻ, നല്ലൊരു റാങ്കിൽ എത്തുമെന്ന് തോന്നിയിരുന്നു. എക്സാം എടുത്തപ്പോൾ അവസാന മാസങ്ങളിൽ തൊഴിൽ വീതിയിൽ റെഗുലറായിട്ട് മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമുകൾ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാംസ് ഞങ്ങൾ ശരിക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് തന്നെ വേണം പറയാൻ. കാരണം അതിൽ നിന്നുള്ള പല ക്വസ്റ്റ്യൻസും ഞങ്ങൾക്ക് അവസാനത്തെ എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും സൈക്കോളജി പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട്. UPSC എക്സാമിനേഷന് ശേഷം ഞങ്ങൾ HST എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇപ്പോൾ എക്സാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി വരുമ്പോൾ HSST എക്സാമിനേഷൻ PSC ഒത്തിരി നാൾ വൈകാതെ വിളിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആ എക്സാമിനേഷനും കൂടി പ്രിപ്പയർ ചെയ്യണമെന്നിടത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇനിയുള്ള ടീച്ചിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് പറയാനുള്ളതാണ്, നമ്മൾ ആദ്യം തന്നെ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ അതിൻ്റെ സിലബസാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സിലബസിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് മാർക്ക് കൂടുതലുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോറിറ്റി എങ്ങനെയാണുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണോ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, അതിനുവേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുക. സിലബസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ടീച്ചിങ് എക്സാംസ്, ഇപ്പോൾ UPSC പോലുള്ളൊരു എക്സാംസിന് ആണെങ്കിൽ നമ്മൾ SCRT ബുക്കുകളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ബുക്കുകൾ എല്ലാ വിഷയവും വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ UPSC പോലൊരു എക്സാമിനേഷൻ നമുക്ക് വളരെ അനായാസം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പോൾ എക്സാംസിൽ മാത്സ് എളുപ്പമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എളുപ്പമുള്ളവരുണ്ട്, അല്ലെങ്കിൽ മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ളവരുണ്ട്. അപ്പോൾ എവിടെയാണോ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അവിടെ നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും പഠിക്കാൻ ഓരോ സ്ട്രാറ്റജിയാണുള്ളത്.
ഇപ്പോൾ മാത്സിൻ്റെ എല്ലാ ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അത്രയ്ക്കൊന്നും സമയമില്ലെങ്കിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു മോഡൽ അല്ലെങ്കിൽ 2 മോഡൽ ചോദ്യങ്ങൾ മാത്രം നമ്മൾ ചെയ്ത് പഠിക്കുക. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും അതെ, എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നോ അത്രത്തോളം നല്ലത്.